എന്താ രഘുവേട്ടത്? എന്നും ഇത് തന്നെയാണോ അവസ്ഥ? മനസ്സിനൊരു സമാധാനമില്ല മഞ്ചാടി. ഞാൻ ഒരു ആശ്വാസത്തിന് വേണ്ടി അല്പം കുടിച്ചത്. ഇങ്ങനെ കുടിച്ച് ബോധമില്ലാതായ സമാധാനം കിട്ടോ? രഘുവേട്ടൻ ഇത് ആരോടുള്ള ദേഷ്യം തീർക്കുന്നതാ? ദേഷ്യോ? ദേഷ്യം എന്നോട് തന്നെ, ആർക്കും വേണ്ടാത്ത എന്നോട്. നിന്നെ ആർക്കും വേണ്ടാന്ന് ആരാ പറഞ്ഞത്? ഇതൊക്കെ നിന്റെ വെറും തോന്നലല്ലേ? അല്ല അല്ല ഭാനുമേ, ഭാനുമെന്നെ വെറുതെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. അമ്പിളി ചേച്ചിക്ക് മോൾക്കും രഘുവേട്ടൻ മാത്രമേ ഉള്ളൂ. ചേച്ചി ഇപ്പൊ ഈ കാണിക്കുന്ന ദേഷ്യം പോലും രഘുവേട്ടനോടുള്ള സ്നേഹ കൂടുതലും ഉണ്ടാ. സ്നേഹക്കൂടുതലുകൊണ്ടാണ് പോലും. നീ അത് തമാശ പറയാ? സ്നേഹക്കൂടുതലുകൊണ്ട് ഭർത്താവിനെ അടുപ്പിക്കാതിരിക്കുക, മറ്റുള്ളവർ മുമ്പിൽ നാണം കെടുത്തുക. കൊള്ളാം. രഘു, നീ ഇങ്ങനെ സ്വയം നശിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. കുഴിക്കാതിരിക്കുന്നത് കൊണ്ടും പ്രശ്നം തീരുവോ? ഇല്ലല്ലോ, അല്ലേ? അപ്പൊ രഘുവേട്ടന് ഈ ശീലം മാറ്റാൻ ഉദ്ദേശമൊന്നുമില്ലെന്നാണോ? എന്താ ഒന്നും മിണ്ടാത്തെ? ആരെ തോപ്പിക്കാനീ നോക്കുന്നേ? ഓരോന്ന് ചെയ്യുന്നതിന് മുൻപ് ലച്ചുമോളെ കുറിച്ചെങ്കിലും ഒന്ന് ഓർക്ക്. ഒരു കള്ളുകൂടിയന്റെ മകളെന്ന് അവൾ അറിയപ്പെടണോ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ എന്നെ ഉപദേശിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ അമ്മയോ ഒന്നും അല്ലല്ലോ. അല്ലല്ലോ, എന്നെ ആരും നന്നാക്കണ്ട. എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നേ എനിക്കറിയാം. അപ്പൊ ഞാൻ രഘുവേട്ടന് ആരുമല്ലേ? മച്ചാടി, എനിക്ക് ആരുമില്ല. ആരുമില്ല എനിക്ക്. എല്ലാരെയും സ്നേഹിച്ചും പറയുന്ന മാത്രം അനുസരിച്ച് നിന്ന് എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടായി? അവസാനം രഘു പെരുവഴിയിലായി. സഹായിച്ചവർക്ക് കൂടെ നിന്നവർക്ക് ഒന്നും രഘുവിനെ വേണ്ട. ഇനി ഇവിടുന്ന് ഞാൻ പോണോ? അതും ചെയ്യാം. പറയുന്നത് ആ സെൻസിൽ മനസ്സിലാക്കി രഘുവേട്ട. മദ്യപാനം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല, മറിച്ച് നഷ്ടങ്ങളെ ഉണ്ടാവും. എന്താ ഇനി നഷ്ടങ്ങളോ? ഇനി എന്ത് നഷ്ടപ്പെടാനാ? സ്വന്തമായി ഒന്നും ഇല്ലാത്തവനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ വെറുതെ നിനക്ക് തോന്നുന്നതാ. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ രീതിയിലേ ഇനി ഉണ്ടാവില്ലാന്ന് എത്ര തവണ രഘുവേട്ടനെ എനിക്ക് വാക്ക് തന്നതാ. വീണ്ടും വീണ്ടും ഇത് തന്നെയല്ലേ ആവർത്തിക്കുന്നേ? ഞങ്ങള് രണ്ട് സ്ത്രീകൾ മാത്രം ഇവിടെ ഉള്ളൂന്നെങ്കിലും രഘുവേട്ടനൊന്നും ഓർക്കാൻ പാടില്ലേ? അതോ ഞങ്ങള് തിരിച്ചൊന്നും പറയില്ലെന്നുള്ള ധൈര്യത്തിലാണോ ഈ വൃത്തിയുടെ ഇവിടെ തുടരുന്നേ? ഓ, അപ്പോ നിങ്ങൾക്ക് ഞാനൊരു ശല്യമായല്ലേ? അല്ലേ? ശരി, ഞാനായിട്ട് ഇനി ആരെയും ശല്യം ചെയ്യുന്നില്ല. അതുപോലെ അതെ, രഘുവിന് ഉറങ്ങാൻ ഇതുപോലെ വീട് വേണമെന്നൊന്നുമില്ല. ഈ റോഡിൽ കിടന്നാലും രഘുവിന് ഉറക്കം വരും. അതുകൊണ്ട് ഞാനങ്ങ് പോയേക്കാം. നീ ഇങ്ങോട്ട് നിൽക്കൂ. നീ ഇതെങ്ങോട്ടാ? നീ ഞങ്ങൾക്ക് ശല്യമാണെന്നാണോ മഞ്ചാടി പറഞ്ഞത്? നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ തെറ്റായി കാണുന്നത്? അതല്ല ഭാനുമേ, ഞാൻ പോവാ. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ. അവിടെ നിൽക്ക്. പറയുന്ന കേക്ക് രഘു. മഞ്ചാടി നിനക്ക് അന്യൊന്നും അല്ലല്ലോ. നിന്നെ പറഞ്ഞു തിരുത്താനും ഉപദേശിക്കാനും അർഹതയുള്ള ആള് തന്നെയല്ലേ മഞ്ചാടി. അതുകൊണ്ട് അവള് പറഞ്ഞതിന്റെ പേരില് പിണങ്ങി പോകേണ്ട കാര്യമൊന്നും നിനക്കില്ല. നീ അകത്ത് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ലു മോനെ. ഭാനുമ്മയല്ലേ പറയുന്നേ? ചെല്ല്, നീ അവിടെ പോയി കിടക്ക. ഭാനുമ്മ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കും. കാരണം ഭാനുമ്മ എനിക്ക് എന്റെ സ്വന്തം അമ്മയെ പോലെ. ആ അധികാരത്തിൽ തന്നെയാ ഞാനും പറയുന്നത്. മോൻ ചെല്ല്, അകത്തേക്കല്ലേ. ഭാനുമ്മ പറഞ്ഞോണ്ട് മാത്രം. ചെല്ലു മോനെ. കാണിച്ചു തരാം. കഷ്ടം. രഘുവേട്ടന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മോള് വിഷമിക്കാതെ.
എല്ലാം ശരിയാവും. ഞാനേ കഥ അടച്ചിട്ട് വരാം.